ഹായ് വെൽക്കം ടു ആൻഡ്രൻ ചാനൽ. ഇന്ന് നമുക്ക് സീക്വൻസിനെ കുറിച്ച് നോക്കാം. സീക്വൻസസ്. A sequence is defined as an arrangement of numbers in a particular order. അതായത് സീക്വൻസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഓർഡറിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതാണ് സീക്വൻസ്. ഈച്ച് എലമെന്റ് ഇൻ ദ സീക്വൻസ് ഇസ് കോൾഡ് ടേം ഓഫ് ദ സീക്വൻസ്. അതായത് ആ നമ്പേഴ്സിലെ ഓരോ നമ്പേഴ്സും ഓരോ ടേം ആണ്. ആ നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുക? ടേം എന്നാണ് പറയുക. അതായത് ഫസ്റ്റ് ഉള്ള നമ്പറിനെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ആയിട്ട് വരുന്ന നമ്പറിന് സെക്കൻഡ് ടേം, തേർഡ് ആയിട്ട് വരുന്ന നമ്പറിന് തേർഡ് ടേം എന്നാണ് പറയുക. ഇനി നമുക്ക് സമ്മിലേക്ക് പോകാം, അപ്പോൾ കൂടുതൽ മനസ്സിലാകും. ഫൈൻഡ് ദി നെക്സ്റ്റ് ടേം. ഇപ്പോൾ തന്നിട്ടുള്ള സീക്വൻസ്, ഇതാണ് ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു പ്രത്യേക ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓർഡറിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 1 2 3 4 ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഇപ്പോൾ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3. അപ്പോൾ ഇത് ഏത് ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് ടേം നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത് 1 കഴിഞ്ഞ് 2 വന്നത് എങ്ങനെയാണ്? 1ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 2 വന്നത് അല്ലേ? 2ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് 3 വന്നത്. അപ്പം 3ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് 4 വന്നത്. അപ്പം അടുത്ത ടേം എന്തായിരിക്കും? 4ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് 5 വരുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ അടുത്ത ടേം എന്തായാലും 5 ആയിരിക്കും. നമ്മളിത് കുഞ്ഞുനാൾ മുതലേ 1 2 3 4 പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അടുത്ത നമ്പർ എന്താണ്, അടുത്ത ടേം എന്താണെന്ന് ഈസി ആയിട്ട് പറയാൻ കഴിയും അല്ലേ? അടുത്ത ടേം എന്തായിരിക്കും? 6 7 8 9 അങ്ങനെ പോകും. ഇനി അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 4 16 അടുത്ത ടേം എന്തായിരിക്കും? ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് സീക്വൻസ് തന്നതെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഈ നമ്പർ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഓർഡറിലാണോ നമ്പർ എഴുതിയിരിക്കുന്നത്, അതോ ഇൻക്രീസിങ് ഓർഡറിലാണോ ഡിക്രീസിങ് ഓർഡറിലാണോ എഴുതിയിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കേണ്ട കാര്യങ്ങൾ. 1 4 16 എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ഓർഡറില അല്ലേ? അപ്പൊ എന്തായാലും ഇതിൽ ചെയ്തിരിക്കുന്നത് അഡീഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ക്വയർ, അല്ലെങ്കിൽ ക്യൂബ്. ഇതായിരിക്കണം ഇതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്കിത് നോക്കാം. ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന്റെ അടുത്ത ടേം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 1നും 4നും ഇടയിലുള്ള കോമൺ ഡിഫറൻസ് എന്താ? 3 അല്ലേ? 1ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. അതേപോലെ 4ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 7 ആണ് കിട്ടുന്നത്, 16 അല്ല. അപ്പോൾ രണ്ടിന്റെയും ഇടയിൽ 3 അല്ല കോമൺ ഡിഫറൻസ്. അപ്പൊ വേറെ എന്തോ ആണ് ഇവിടെ. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാം? 1ന്റെ കൂടെ 4 വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം? 1 × 4 ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. 1 × 4 എത്രയാ? 4. 4 × 4 എത്രയാ? 16. അപ്പോൾ നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് എന്താ? ഇവിടെ ഇൻറ്റു ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനും ഇടയിൽ 1 × 4 ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ? അപ്പൊ ഇതും എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? 4 × 4 ചെയ്തപ്പോഴാണ് 16 കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത ടേം എന്തായിരിക്കും? 16 × 4 ആയിരിക്കും ഇതിന്റെ അടുത്ത ടേം അല്ലേ? അപ്പൊ 16 × 4 എത്രയാ? 64 ആണ്. അപ്പൊ 64 ആണ് ഇതിന്റെ അടുത്ത ടേം. ഇപ്പൊ 500 250 125 62.5 തന്നിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ടേം എന്തായിരിക്കും? ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇൻക്രീസിങ് ഓർഡർ ആണോ ഡിക്രീസിങ് ഓർഡർ ആണോ? എന്താണ്? കുറഞ്ഞാ വരുന്നത് അല്ലേ? ആദ്യം 500 തന്നു, പിന്നെ 250 ആണ്, പിന്നെ 125 ആണ്. അപ്പൊ അങ്ങനെ കുറഞ്ഞാ വരുന്നത് അല്ലേ? അപ്പൊ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും കുറയാൻ? ഒന്നില്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിവിഷൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നോക്കാം. 500 മൈനസ് എത്ര ചെയ്യുമ്പോഴാണ് 250? ഇതിലൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 500ന്റെ പകുതിയാണ് 250 അല്ലേ? 250യുടെ പകുതിയാണ് 125 അല്ലേ? അപ്പൊ എങ്ങനെയാ? അപ്പൊ 500 ഡിവൈഡ് 2 ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. 500 ഡിവൈഡ് 2 ചെയ്തപ്പോഴാണ് നമുക്ക് ഈ 250 കിട്ടിയത്. അതേപോലെ 250 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോഴാണ് 12.5 കിട്ടിയത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും?
62.5 അടുത്ത ടേം എങ്ങനെ വരിക? 62.5ന്റെ പകുതി എന്താണ്? അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 62.5 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 62.5 പോയിന്റ് ഇല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 312.5. നേരത്തെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ 31.2 എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 31.2 ആണ് നെക്സ്റ്റ് ടേം ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇതേപോലെ ഇത് നമുക്ക് ഇതിന്റെയൊക്കെ കോമൺ ഡിഫറൻസ് ഒരേപോലെ ആയിരുന്നു അല്ലേ? ഇവിടെ 4 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്, അതേപോലെ തന്നെ ഇവിടെയൊക്കെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടി. അതേപോലെ ഇവിടെ അത് തന്നെ എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അടുത്തടുത്ത ടേം കിട്ടി അല്ലേ? ഇനി നോക്കിക്കേ, 1 4 9 16 ഡാഷ്. ഇതിന്റെ അടുത്ത ടേം എന്തായിരിക്കും? ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടാവും. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്, 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്, 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? അപ്പോ അടുത്ത ടേം എന്ത് വരും? 5ന്റെ സ്ക്വയർ ആയിരിക്കും. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ നമുക്ക് നെക്സ്റ്റ് ടേം എന്താണെന്ന് എഴുതാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ? 4 9 വരുന്നത് 3 സ്ക്വയർ ആയിരിക്കും. 9 4 സ്ക്വയർ ആണ് 16. ഇനി അടുത്ത ടേം നോക്കാം. 2 3 5 7 11 അല്ലേ? ഇപ്പൊ ഈ നമ്പേഴ്സ് തമ്മിൽ നോക്കിക്കേ, എന്തെങ്കിലും കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിക്കേ. 2ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോ 3 കിട്ടി, 3ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്, 5ന്റെ കൂടെ പിന്നെയും 2 ആഡ് ചെയ്തപ്പോ 7 കിട്ടി, 7ന്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ്? 4 ആഡ് ചെയ്തപ്പോഴാണ് 11 കിട്ടി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ കോമൺ ഡിഫറൻറ്റ് 2ഉം ഇതിന്റെ രണ്ടിന്റെ 1ഉം ഇതിന്റെ രണ്ടിന്റെ 4ഉം ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ വേറെ എന്താ ചെയ്യേണ്ടത്? വേറെ എന്ത് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്? ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? അടുത്ത ടേം എന്തായിരിക്കും? 7 11 കഴിഞ്ഞ അടുത്ത ടേം എന്തായിരിക്കും? 13 അല്ലേ? 13. അപ്പൊ ഇത് പ്രൈം നമ്പേഴ്സ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടേം എന്താണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 4 6 12 24 44 74 അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാന് ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം കാണേണ്ടത് അല്ലെ? നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കുന്ന ഇതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ ഉള്ളതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താ. ഇപ്പോ ഇതിനും ഇടയിൽ 4ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത് അല്ലേ? ഇപ്പൊ 6ന്റെ കൂടെ ഒരു 6ഉം കൂടി ആഡ് ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. അപ്പൊ ഇതിന് ഇടയിലുള്ള കോമൺ ഡിഫറൻസ് 6 ആണ്. അതുപോലെ 12ന്റെ കൂടെ 12 ആഡ് ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. 24ന്റെ കൂടെ 20 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 44 കിട്ടിയത്. 44ന്റെ കൂടെ 30 ആഡ് ചെയ്തപ്പോഴാണ് 74 കിട്ടിയത്. ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കിക്കേ, ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട് അല്ലെ? ഇത് നമ്മൾ എങ്ങനെയാ വന്നത് എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ഇതിന്റെ കോമൺ ഡിഫറൻറ്റ് ഒന്നും കൂടി കണ്ടുപിടിക്കുക. അപ്പോഴേ നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോ 2ഉം 6ഉം ഇതിന്റെ രണ്ടിന്റെ കോമൺ ഡിഫറൻസ് എന്താ? 4 അല്ലേ? 2ന്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. 6ന്റെയും 12ന്റെയും കോമൺ ഡിഫറൻസ് എന്താ? 6 ആഡ് ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. ഇതിന്റെ രണ്ടിന്റെയും കോമൺ ഡിഫറൻസ് എന്താ? 12ന്റെ കൂടെ 8 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 20 കിട്ടിയത്. ഇതിന്റെ രണ്ടിന്റെയോ 10 ആഡ് ചെയ്തപ്പോഴാണ് 30 കിട്ടിയത് അല്ലെ? ഇപ്പൊ നമുക്കൊരു ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാകും അല്ലെ? ഇപ്പൊ ഇതിന്റെ ഒക്കെ കോമൺ ഡിഫറൻസ് 4 6 8 10. അടുത്തത് എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് അല്ലേ? ഈവൻ നമ്പേഴ്സ് അടുത്ത് എന്തായിരിക്കും? 12. അടുത്തത് 12 ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇവിടത്തെ കോമൺ ഡിഫറൻറ്റ് കിട്ടുക. അപ്പൊ 30ന്റെ കൂടെ 12 ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 42. അപ്പോ
74ന്റെ കൂടെ 42 ആഡ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ടേം കണ്ടുപിടിക്കാം. അപ്പൊ 74 പ്ലസ് 42 എത്രയാ വരിക? 74 പ്ലസ് 42, 4 2 6, 7 പ്ലസ് 4 11. അപ്പോ 116 കിട്ടും അല്ലേ? ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോഴും നമുക്ക് ഒന്നും അറിയുന്നില്ല എന്നെങ്കിൽ പിന്നെയും ഇതിൻ്റെ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ കൂടെ ഒന്നും കൂടി ഒരു കോമൺ ഡിഫറൻറ്റ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് നോക്കാം. 15, 15, 30, 10, 40. ഇപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ കുറച്ച് ഡിഫറൻറ്റ് കാണാം അല്ലേ? ഫസ്റ്റത്തെ 2 നമ്പർ ഒരേപോലെയാണ്. പിന്നെ അടുത്തത് വരുന്നത് അതിനേക്കാളും കൂടുതലാണ്. അതിൻ്റെ അടുത്തത് വരുന്നത് കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഇൻക്രീസിങ് ഓർഡറിലും അല്ല ഡിക്രീസിങ് ഓർഡറിലും അല്ല. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫസ്റ്റ് 2 ടേം കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ഈ ഒരു ടേം വിട്ടേക്കാം. ഇവിടെ നിന്ന് കോമൺ ഡിഫറൻസ് കാണാം നമുക്ക്. ഇപ്പോൾ 15ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 15 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 15 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 30 കിട്ടുമല്ലോ. അതേപോലെ 30 ഇൻറ്റു 2 ചെയ്താൽ 60 ആണ് കിട്ടേണ്ടത് അല്ലേ? ഇപ്പൊ ഇവിടെ 10 ഉള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്തതും ഇത് കുറേയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഒന്നില്ലെങ്കിൽ മൈനസ് ചെയ്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. മൈനസ് ചെയ്താലോ ഡിവിഷൻ ചെയ്താലോ ആണ് നമുക്ക് കുറയുന്നത് അല്ലേ? അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ എത്ര മൈനസ് ചെയ്യണം? 30 മൈനസ് 20 ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക. ഡിവിഷൻ ആവുമ്പോഴോ 30ന്റെ കൂടെ 30 ഡിവൈഡഡ് ബൈ 3 ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക. ഇത് വെട്ടിപ്പോകുമ്പോൾ 10 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയൊരു സംഖ്യ ആദ്യം നോക്കാം, എന്നിട്ട് വലുതിലേക്ക് പോകാം. ഇപ്പം നമുക്ക് ഡിവൈഡ് 3 ചെയ്ത് നോക്കാം. ഇപ്പം 30 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 30 ഡിവൈഡഡ് ബൈ 3 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 10. അതേപോലെ 10ന്റെ കൂടെ എന്ത് ചെയ്തപ്പോഴാണ് 40 കിട്ടിയത്? 10ന്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 40 കിട്ടിയത് അല്ലേ? അപ്പൊ ഇനി അടുത്ത ടേം എന്തായിരിക്കും വരുന്നത്? ഇപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് നോക്കിക്കേ. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 30 കിട്ടി. ഇവിടെ 3 ഡിവൈഡ് ചെയ്തപ്പോൾ അടുത്ത ടേം കിട്ടി. ഇവിടെ പിന്നെയും 4 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മൾട്ടിപ്ലൈ ഡിവിഷൻ മൾട്ടിപ്ലൈ. ഇനി അടുത്തത് ഡിവിഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യത്തെ ടേം നോക്കിക്കേ. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ ആദ്യത്തെ ടേം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇപ്പൊ ഇവിടെ എങ്ങനെയാണിത്? മൾട്ടിപ്ലൈ ഡിവിഷൻ അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇവിടെ എന്തായാലും ഡിവൈഡ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 അങ്ങനെയല്ലേ വരുന്നത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 15നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 തന്നെ കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ ഡിവിഷൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ടാവും? 40യെ ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. 5 8s are 40 അല്ലേ? അപ്പൊ 8 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. 8. നെക്സ്റ്റ് നോക്കാം. 6 6 9 18 45 ഡാഷ്. അടുത്ത ടേം എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ഒരേപോലത്തെ ടേം, പിന്നെ അതിൽ കുറച്ച് കൂടുതൽ, പിന്നെ അതിനേക്കാളും കുറച്ച് കൂടുതൽ, പിന്നെ അതിനേക്കാളും കുറച്ച് കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? 9നും 18നും 9 ആണ് ഡിഫറൻറ്റ് എങ്കിൽ 18നും 45നും 9നേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ എന്തായാലും മൾട്ടിപ്ലൈ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആദ്യത്തെ ടേം 6 ആണ്. അപ്പൊ അടുത്ത ടേം 6 എങ്ങനെ വന്നു? 6ന്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അടുത്ത ടേം വരുന്നത് അല്ലേ? അപ്പോൾ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് 6ന്റെ കൂടെ എന്ത് ചെയ്തപ്പോഴാണ് 9 വന്നത്? ഇപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 വരുന്നുണ്ടോ നോക്കാം നമുക്ക്. ഇപ്പൊ ഇതിപ്പോ വിട്ടേക്കാം. ഇനി അടുത്തത് നോക്ക്. 9ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 18 വന്നത്?
2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ലേ 9ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 വന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള നമ്പറാണ് 9. അപ്പോ 1നും 2നും ഇടയിൽ നമുക്ക് എന്താ കിട്ടുക? 1 1,5 2 അങ്ങനെയല്ലേ വരുന്നത്. 6ന്റെ കൂടെ 1.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 വരുന്നുണ്ടോ നോക്കിക്കേ. അപ്പൊ 1.5 ഇൻറ്റു 6 നോക്കാം. 33. 6 ഇൻറ്റു 1 6 പ്ലസ് 3 9. അപ്പോൾ പോയിന്റ് ഇവിടെ വെക്കും. അപ്പൊ 9.0 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? 6 ഇൻറ്റു 1.5. ഇനി അടുത്തത് 2. അപ്പോൾ 0.5 നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ 1ന്റെ കൂടെ ഒരു 0.5 ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 9 കിട്ടിയത്. അതേപോലെ ഈ 1.5ന്റെ കൂടെ ഒരു 0.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 18 കിട്ടുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 18 കിട്ടിയെങ്കിൽ അപ്പൊ അടുത്തത് എന്തായിരിക്കും? 18 ഇൻറ്റു 2.5 ചെയ്യുമ്പോഴാണ് 45 കിട്ടുന്നത്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 1.5 2 2.5 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അടുത്തത് എന്ത് വരും? 45ന്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ടൈം കിട്ടുക? 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 2.5 കഴിഞ്ഞിട്ട് 3 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 45 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് അടുത്ത ടൈം കിട്ടും. അടുത്ത ടൈം നമുക്ക് നോക്കാം. 45 ഇൻറ്റു 3 എത്രയാ കിട്ടുക? 135 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ അടുത്ത ടൈം 135. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ വരുവാണെങ്കിൽ, ഇങ്ങനെ ഒരേപോലെ വരുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 6 3 3 6 24 ഡാഷ്. ഇപ്പൊ ഇതില് രണ്ടും ഒരേപോലത്തെ വാല്യൂസ് ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള സമ്മില് മിക്കവാറും 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇവിടെ 6 കഴിഞ്ഞ് 3 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 6ന്റെ പകുതിയാണ് 3. 6ന്റെ പകുതി എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 2 ആണ് 3, അല്ലെങ്കിൽ 6 ഇൻറ്റു 0.5 ആണ് 3 അല്ലെ. അപ്പൊ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോ 6ന്റെ 0.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും, അല്ലെങ്കിൽ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. അതുപോലെ 3 അടുത്തത് 3 ആണ്. അപ്പൊ 3യെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത് അല്ലെ. ഇനി അടുത്തത് 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. അതേപോലെ 6ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്? 4. 6 ഇൻറ്റു 4 ആണ് 24 കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ നോക്കിക്കേ, 4ന്റെ പകുതിയാണ് 2, 2ന്റെ പകുതിയാണ് 1, 1ന്റെ പകുതിയാണ് 0.5 എന്ന് പറയുന്നത് അല്ലെ. പകുതി. അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇരട്ടി എന്തായിരിക്കും? 8 ആണ് 4ന്റെ ഇരട്ടി. അപ്പൊ 24നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പൊ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 24 ഇൻറ്റു 8 എത്രയാ? 192 ആണ് വരുന്നത് അല്ലേ. അപ്പോ ഇതിന്റെ ആൻസർ എന്താ? 192. അപ്പൊ മിക്കവാറും ഇതേപോലെ ഒരേപോലെ വരികയാണെങ്കിൽ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ അത് ഓർത്തെടുത്താൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 5 12 39 160 ഡാഷ്. 4ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. 5ന്റെ കൂടെ 7 ആഡ് ചെയ്തപ്പോൾ 12 കിട്ടി. 12ന്റെ കൂടെ അതേപോലെ തന്നെ കുറച്ച് വലിയ വാല്യൂ ആഡ് ചെയ്തപ്പോൾ 39 കിട്ടി. 39ന്റെ കൂടെ വലിയ വാല്യൂ ആഡ് ചെയ്തപ്പോഴാണ് 160 കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ വലിയ വാല്യൂസ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ട് വേറെ എങ്ങനെ 4 കഴിഞ്ഞും 5 എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. 4 ഇൻറ്റു 1 പ്ലസ് 1 ചെയ്താൽ നമുക്ക് 5 കിട്ടൂലേ. നോക്കിക്കേ, 4ന്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 1 ആഡ് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോഴോ 4 ഇൻറ്റു 1 4, 4 പ്ലസ് 1 5 എന്ന് കിട്ടും അല്ലേ. അതേപോലെ 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. 5 കഴിഞ്ഞ് 12 എങ്ങനെ കിട്ടിയേ? 5 ഇൻറ്റു 2 10 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇൻറ്റു ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും കൂട്ടി വന്നാൽ മതി. ഇപ്പൊ ഇവിടെ അടുത്തത് 3 ആയിരിക്കും, ഇവിടെ 3 ആയിരിക്കും, അടുത്ത് ഇവിടെ 4 ആയിരിക്കും,
ഇവിടെ 4 ആയിരിക്കും. ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. അപ്പൊ 12 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാ കിട്ടുക? 36. 36 പ്ലസ് 3 എത്രയാ? 39. ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്? 39. അപ്പോൾ ഇനി 39ന്റെ കൂടെ 160 കിട്ടണമെങ്കിൽ 39 ഇൻറ്റു 4 എത്രയാ കിട്ടുക? 156 എന്ന് കിട്ടും. അപ്പൊ 156 പ്ലസ് 4 എത്രയാ? 160 എന്ന് കിട്ടില്ലേ? അപ്പൊ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ 4ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതിന്റെ അപ്പുറം നമുക്ക് വലിയ വലിയ വാല്യൂ ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് 5 കിട്ടുമോ എന്ന് നോക്കാം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ 4 ഇൻറ്റു 1 പ്ലസ് 1 ചെയ്തപ്പോൾ കിട്ടിയത്. അതേപോലെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ വലിയ വാല്യൂസ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ ഓർത്താൽ മതി. 3 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 6 ആണ്. പക്ഷെ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 എന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ 6നേക്കാളും വലിയ വലിയ വാല്യൂ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ വാല്യൂ കിട്ടുന്നത്. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വാല്യൂസ് കാണുമ്പോൾ വലിയ വലിയ വാല്യൂ ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 4 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു 5 അതേപോലെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ 160. ഇനി അടുത്തത് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? 160ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുകയും 5 ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? 160ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 805 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക. കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇതിന്റെ കോമൺ ഡിഫറൻസിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ വലിയ വലിയ വാല്യൂസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്